ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നെന്താ തമ്പി പരിപാടി? അപ്പോൾ നമ്മളിപ്പോ പിന്നെ ഈത്തപ്പഴം പറിക്കാൻ പോണതാക്കാം. അപ്പോൾ നമ്മ മദാം റോഡിൽ കുറച്ച് ഈത്തപ്പഴം ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് ഈത്തപ്പഴം പറിക്കാനാണ് ഇന്ന് പോകുന്നത്. തമ്പി ഇപ്പം നല്ല ചൂടുണ്ടടാ, നിൽക്കാൻ പറ്റില്ലല്ലോ, ഭയങ്കര ചൂടാ. കത്തി ഇത് ചെയ്തിട്ടില്ലേ? അപ്പോൾ കവർ റെഡിയാണ്, പിന്നെ കമ്പനിയിൽ നിന്ന് കത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ച് കട്ട് ചെയ്തെടുക്കാന്ന് വെക്കണേ. போகல உனக்கு இனி நம்ம கிளம்புவோம். நாங்கள் இனி அங்கே போயிட்டு நாங்கள் எல்லா ഷൂട്ടൊക്കെ ക്ലിയർ ആക്കി കാണിച്ചു തരാം. കട്ട് പണിയതെല്ലാം ചൂട്ടത്ത് മരിക്കേണ്ടിരുന്ന ആ മാതിരി ചൂടാ. ഓക്കെ, ശരി. ഇപ്പം ശരി ശരി. இங்கெல்லாம் கொஞ்சம் வியூ நல்லா இருக்கு. சரி சரி. ഇതിലെല്ലാം പറിക്കലാമോ? ഹൈറ്റ് കുറവുണ്ടോ? പോലീസുകാരെല്ലാം കണ്ട പ്രശ്നമുണ്ടോ? ഇത് ചുമ്മാ ഗവൺമെന്റ് നട്ടുവിട്ടിരിക്കുന്നത്. ഗവൺമെന്റ് ഇത് പുറത്ത് നിലത്ത് സീഡ് മുളയ്ക്കാണ്ടിരിക്കാൻ വേണ്ടിയാണ് കവർ ചെയ്യണ. ശരി ശരി. മുളയ്ക്കാണ്ടിരിക്കാനേ. ശരി ശരി. ഇതൊക്കെ ഈസി പറിച്ചെടുക്കണം. താന്തേടാ நீங்க எல்லா வருஷம் பறிக்க போமோ? ഈ സമയത്തൊക്കെ നാട്ടിൽ പോണേ നാട്ടിൽ പോകുമ്പോ പറിച്ചിട്ട് പോക്ക് കൊള്ളാമില്ല. എന്ത് സീസണിൽ പോണേ സുഖം, നമുക്ക് പറിച്ചിട്ട് നാട്ടിൽ കൊണ്ടുപോകാം. അതെ, ഇതിപ്പടി വയ്ക്കാൻ അത് ചൂടുവെള്ളത്തിലൊക്കെ ഇട്ടിട്ടേ, ചൂടുവെള്ളത്തിലിട്ടിട്ട് എടുത്ത് ഉണക്കിയിട്ട് എടുത്ത് വയ്ക്കണം. ശരി ശരി. കേടാവില്ല, കേടാവില്ല, വർഷങ്ങളോളം കാത്ത് കിടക്കില്ല. ഫുള്ളാതല്ല ഇതിൽ കാണാനില്ലല്ലോ. ഇതിലെ ഒന്നും കാണല്ലേ, ഇതിലെ എല്ലാം വെട്ടി കട്ട്പണി എടുത്തിരിക്ക്. പാർക്കിംഗ് അല്ല സൈഡില് നിർത്തലാമോ? ഓ അതെ, വ്യൂ ഒക്കെ ശരിയാണ്. വ്യൂ ഇതിനോട് പറയും. வரட்டா? സംഭവം അതപ്പടി കട്ട് പണി എടുപ്പോ പിടിച്ചു. ഇത്ത ഒരു കൊര എടുത്താലേ മതി. ഇത്ത റൈറ്റ് സൈഡ് കൊര. മരത്തിന്റെ ചോട്ട് കയറട്ടാ? ഞാൻ കയറട്ടാ? കയറില്ലേ, ആ കയറൊന്ന് വിട്ടു, അപ്പൊ അടിയിലേക്ക് ആക്കാം. റിസ്ക് ആയിരിക്കടാ.
ഓടിയണ്ടാ തമ്പി. ആ കയറ് വിട്ട് തമ്പി. അപ്പൊ അടിയിലേക്ക് വലിച്ച് നമുക്ക് എടുക്കാം. കയറ് വിട്ട് അത് വിട്ട് അപ്പൊ അടിയിലേക്ക് എടുക്കുക. അത് വന്ന് അടിച്ച് അച്ഛണ്ട പറിച്ച്. റൊമ്പமான ചൂട്, ഭയങ്കര ചൂടില്ലടാ. ഇനി കഴിച്ചിട്ട് എന്താ പൊന്നു അപ്പൊ വേണ്ട ഈത്തപ്പഴം നല്ല ഫ്രഷ് തമ്പി. കണ്ടിപ്പോ വീഡിയോ ഒരു കവർ ഫുള്ള് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ ഭയങ്കര ചൂടാണ്. അപ്പൊ ഒരു കവർ പറിച്ച് അത് കഴിക്കാൻ വയ്ക്കണേ. അപ്പൊ പൊടിക്കാറ്റായതുകൊണ്ട് നിറച്ച് പൊടിയാണ് ഇത്. അപ്പൊ അത് കഴുകിയിട്ട് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പൊ കഴിഞ്ഞ ആഴ്ചയ്ക്കും ഭയങ്കര പൊടിക്കാറ്റും ആയിരുന്നു. അപ്പൊ അത് കാരണം എല്ലാതും കണ്ട ഫുള്ള് പൊടിയുണ്ട്. അപ്പൊ അതൊന്ന് കഴുകിയിട്ട് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പൊ കാണാൻ പലത് ഉരുണ്ടിട്ട് വരും. അതൊക്കെ കുറെ വെറൈറ്റീസ് ആണ്. പിന്നെ ഏറ്റവും ചെറുത് കണ്ടോ ഞാൻ കാണിച്ചിടാം. ഇതൊക്കെ മഞ്ഞയില് ഇത് വരുന്നതാ. അതിപ്പോ ഒരു മാസം കഴിയുമ്പോഴും കറക്റ്റ് ആവുള്ളൂ. പച്ചയില് നിൽക്കുന്നുണ്ടോ അത്. മഞ്ഞയില് കറുപ്പ് വരും. കറുപ്പല്ല, ഒരു യെല്ലോ ഷെയ്ഡ് ആയിട്ട് ബ്ലാക്ക് ആയിട്ട് വരും. അത് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിന് എപ്പോ എനിക്ക് സീസണ് എന്റെ സമയം ഉണ്ടാവും? എന്ത് മാസം? അടുത്ത മാസമൊക്കെ ഉണ്ടാവും. ശരി. ഇത് കണ്ട ഇത് നമ്മ കുറച്ചുമായിട്ട് റെഡിഷാണ്. ഇത് കണ്ട ഇത് ഉരുണ്ടിട്ടുള്ള അത് അത്ര ടേസ്റ്റ് ഇല്ല. പിന്നെ ചെറിയ ഇത്രയും പോകുന്നുണ്ടാവും. അത് വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. ശരി ശരി. ഇത് നമ്മുടെ മല്ലിക മല ശരിയാണ്. ഇതിനപ്പുറത്ത് ഞാൻ പറഞ്ഞ മറ്റേ ഗോതമ്പാടെന്ന് പറഞ്ഞില്ലേ, മലക്കപ്പുറത്ത് സൈഡില് മല ഉള്ളതാ. പിന്നെ അപ്പുറത്തൊക്കെ ഉണ്ട് വലിയ വലിയ മലനിരകളുണ്ട്. ഈ മലയുടെ അപ്പുറത്തെ സൈഡിലായിട്ടാണ് നമ്മുടെ ഷാർജ, ഈ പറഞ്ഞ മറ്റേ ഗോതമ്പാടല്ലേ, ഗോതമ്പുണ്ട്. ഞങ്ങൾക്ക് ഒരു ദിവസം കണ്ടു പോവാം. ഇപ്പൊ ഇതായെന്ന് അറിയില്ല. ശരി ശരി. ഷാർജ എമിറേറ്റ്സിലുള്ളത്. ശരി ശരി. കണ്ടോ ഇവിടെ കണ്ടോ ഇപ്പൊ മെയിൻറ്റെയിൻ ചെയ്യണം. അണ്ണ നാട്ടിൽ കൊറേ പറിച്ചോണ്ട് പോണം. കഴിക്കട്ടെ, സീസൺ കഴിയല്ലോ. ഇത് കണ്ട പച്ചപ്പ് നമുക്ക് ഉരുണ്ടിട്ടുള്ളതാ. ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് അപ്പോഴേക്ക് ഇത് കറക്റ്റ് ആവും. പച്ചപ്പല്ലായിട്ടുള്ളൂ. ഇതിപ്പോ മഞ്ഞിപ്പൊക്കെ ആയിട്ട് വരണുണ്ടോ. ആർക്കാണെങ്കിൽ കുറച്ചുണ്ട് കുഴപ്പമില്ല. ശരി ശരി. നമുക്ക് ആദ്യം ബിർബീഫ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. എയർപോർട്ടിന്റെ ഇപ്പുറത്ത് പോകാം. സൂപ്പർ മഴക്കാരുണ്ടോ അത് ഞാനത് കൊഞ്ചം തണുത്ത് വെളിയിലെ കൊഞ്ചം തണുത്ത കാറ്റുണ്ടായിരുന്നു ചെറുതായിട്ട്. അത് ഈ സൈഡിൽ മാത്രം പോകണം. നമ്മളോട് ഭയങ്കര ചൂടല്ലേ അവിടെ? ഭയങ്കര ചൂട്. മഴ പറയുണ്ടായിരുന്നു. ചിലപ്പോ വിചാരിക്കും അലയിലേക്കും ശനിയാഴ്ച പെയ്തുണ്ടായിരുന്നു. ശനിയാഴ്ച വെള്ളിയാഴ്ച പെയ്തുണ്ടായിരുന്നല്ലോ. കറുത്തിട്ടരുതില്ല ടക്കണം പോവാ. അതിന് പോയി രണ്ട് ഇത് വെട്ടിട്ടോ. ഇത് വല അടിച്ചിട്ട് തൊളിയാതെ കിടക്കാതെ വല അടിച്ചിടൂന്. എന്നിട്ട് വല പോട്ട് തൊളിയാതിരിക്കാതെ നിലത്ത് വീഴാണ്ടിരിക്കും. ഈ വല ഇടുന്നത് എന്താണെന്നറിയോ, ഇപ്പൊ നമ്മ എല്ലാ വിത്തുകളില്ലേ മുളച്ച് വരില്ലേ, അപ്പൊ അത് മെയിൻറ്റെയിൻ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിട്ടാണ്. മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിട്ട് നെറ്റിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ പഴുക്കുമ്പോ കാണാം, നമ്മ പിടിക്കുമ്പോ തന്നെ കൊഴിഞ്ഞു വരില്ല. അപ്പൊ അതേമാതിരി ഇത് അവിടെ നിന്ന് മുറിച്ച ആ മരത്തിൽ നിന്ന് മുറിച്ച അതിങ്ങനെ കൊഴിഞ്ഞു വീഴില്ലേ. അപ്പൊ ഇതിങ്ങനെ കെട്ടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കൊഴിയണത് കണ്ട അതേമാതിരി തൂങ്ങി ഇത് കുറച്ചിട്ട് അങ്ങനെ തേങ്ങിട്ടുള്ള ഇങ്ങനെ തൂങ്ങി കിടക്കും. കണ്ട അടിയിൽ കണ്ട സൈഡോട് കൊഴിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പൊ ആ സാധനം നിലത്ത് വീഴില്ല. ഓൾറെഡി ഇവിടെ വെള്ളം കൊടുക്കണല്ലേ. ആ നമ്മ ഓൾറെഡി വെള്ളം കൊടുക്കണ്ടല്ലോ, വെള്ളം പൈപ്പിലിട്ട് കൊടുക്കണ്ടല്ലോ. അപ്പൊ പൈപ്പ് കിടക്കില്ല. ആ പൈപ്പ് എല്ലാതിനും വെള്ളം കൊടുക്കണ്ടോ ഇവിടെ. എല്ലാ മരങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. എല്ലാ മരങ്ങളും കൊടുക്കണ്ടു ഇതിന്. പറിച്ചത് എത്ര 15 കിലോ വരുമോ? 5 കിലോ വിലട്ടോ വെയിറ്റ് ഉണ്ടല്ലോ. ഇനിയിപ്പോ അതിന് തണ്ടൊക്കെ കളയണല്ലോ, നമ്മ അത് കട്ട് ചെയ്തിട്ട് എടുത്താലേ. അതെ, കൈയെല്ലാം പൊടി. ഇപ്പൊ
വരുമ്പോഴേക്കും സൂപ്പർ ആക്കും ഇവിടെ പുല്ലൊക്കെ നട്ടു. തന്നെ പോടോ ചെറിയ അല്ല അത് മറ്റേ ഷീറ്റ് മാതിരി നട്ടിട്ടു. അതേമാതിരി അവസാനം ഇതൊക്കെ പുതിയതിട്ടാണ്. അടുത്തുള്ളൊക്കെ ചിലപ്പോ തുറക്കും. ഇതും കൊണ്ടുവരുന്നത് അലൈന നാടാ. അലൈന അങ്ങനത്തെ റൂറൽ ഏരിയ എന്നില്ലേ, കടോടോട് കൊണ്ടുവരും. ചിലപ്പോ ഇതിമ്മ കായ്ക്കുണ്ടാവുന്നു. ഞാൻ ഇടയ്ക്ക് കാണാറുണ്ട് കൊണ്ടുവരുമ്പോ തന്നെ കായ്ക്കുണ്ടായിരുന്നു. ഈത്തപ്പഴം ഫേമസ് അറബ് കൺട്രി അല്ല? ഈത്തപ്പഴം ഫുൾ അറബ് കൺട്രി ഇത്. അറബ് കൺട്രിയില്ല, നമ്മുടെ ചൂട്. ഇപ്പൊ നമുക്ക് കഴിഞ്ഞ ആഴ്ചക്ക് ഒരു ചൂടുകാറ്റ് ഉണ്ടായില്ലേ? ചൂടുകാറ്റ്. ചൂടുകാറ്റ് ഉണ്ടാകാൻ കാരണം അതൊരു നാച്ചുറൽ പ്രോസസ്സാണ്. മനസ്സിലായോ? എന്ന് പറഞ്ഞാ ഈ ഈത്തപ്പഴം പഴുക്കാൻ വേണ്ടിട്ട് ചൂടായിട്ട് ഇങ്ങനെ അടിക്കും. അതെ, അന്റെ കൊലയെ അപ്പടി വിട്ടണം. ചേട്ടൻ ഇവിടെ ഉള്ള എല്ലാം മോഷണം ചെയ്ത് അതേ അപ്പടി അതിലുണ്ട് വെട്ടിട്ട് ഓടോ പറഞ്ഞാണോ തൂക്കിട്ട് വലയോടെ എടുത്തോണ്ടോ പിടിച്ചുട്ട്. ചേട്ടൻ അപ്പടി എല്ലാത്തും മോഷണം ചെയ്ത് വണ്ടിക്കുള്ള തൂക്കിടാണ്. അവിടെ ഞങ്ങള് ഒരു കൊലയെ തൂക്കി ആട്ടെ പൊട്ടിച്ച്. ഹലോ, അപ്പൊ അങ്ങനെ ഈത്തപ്പഴം പറിച്ച് റൂമിലെത്തി. അപ്പൊ അതിനിടയിൽ മഴ ഉണ്ടായിരുന്നു. മഴ മാറിയില്ല, വീണ്ടും മഴ പോയി. നല്ല മഴ ഉണ്ടായിരുന്നു. അതിന്റെ വീഡിയോ ഘട്ടം ഘട്ടമായി നമ്മുടെ ചാനലിൽ വരുന്നതാണ്. അപ്പൊ എൻജോയ് ചെയ്യാം. പിന്നെ ഇവനെ കൊണ്ട് കഴുകണം, നിറച്ച് പൊടിയാണ്. അപ്പൊ അത് കഴുകിയിട്ട് നമ്മ റൂമിലുള്ളവർക്ക് കൊടുക്കും. എല്ലാവരും കൊടുക്കാന്ന് വെക്കണേ. ഇത്രയധികം സാധനം ഒറ്റയ്ക്ക് കഴിക്കാൻ പറ്റില്ല. പിന്നെ അവിടെ വീണ്ടും ഉണ്ടല്ലോ, അടുത്ത ആഴ്ച ഞാനും പറിക്കാന്ന് ഇരിക്കണേ. അല്ല തമ്പി? അപ്പൊ ഇനി നമ്മുടെ കിച്ചണില് അപ്പടിയാ. അപ്പൊ ഇനി കിച്ചണിൽ പോയിട്ട് കഴുകട്ടെ. ഇത് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഞങ്ങൾ ഇതാക്കിക്കൊണ്ടിരിക്കുക, പറിച്ചോണ്ടിരിക്കുക. എന്നിട്ട് വേണം ഇത് കഴുകണമെങ്കിൽ. ഇപ്പൊ കൊലയോടുകൂടി കൊലയിൽ നിന്ന് പിടിച്ചോണ്ടിരിക്കുകയാണ്. സോറി, കാണുന്നില്ല. ഇനി വാഷ് ചെയ്തിട്ട് ഇത് ഉണക്കണം. എന്നാലേ കുറേ നാൾ ഇരിക്കുള്ളൂ. ഇപ്പം നല്ല തേന്മാരി ഇരിക്കണേ. തേന്മാരി ഇരിക്കണേ. ഇത് കഴിച്ചു നോക്കാം നമുക്ക്. ഭയങ്കര മധുരം. തേനേക്കാളും മധുരമുണ്ട്. നല്ല ഫ്രഷ് സാധനം, അടിപൊളി. ഭയങ്കര മധുരം, ഭയങ്കര മധുരം.